ഹായ് ഓൾ വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ബേക്കറി സ്റ്റൈലുള്ള ഒരു കിടിലം പൈനാപ്പിൾ ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കിടിലം കേക്കാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അതിനായിട്ട് അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് 250 ml ആണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒരു 2-3 തവണ നന്നായിട്ട് അരിച്ച് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാവേ. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാവേ. ഞാൻ മുട്ട നല്ല ഫ്ലഫി ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട ദേ ഇവിടെ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. ഇതെൻ്റെ പഴയ ഫോണിലെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ആ ഫോൺ കംപ്ലൈൻ്റ് ആയി. അത് നന്നാക്കി എടുത്തപ്പോൾ അതിനകത്ത് കിടന്ന വീഡിയോ ആണ്. അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ആ ഫോൺ കംപ്ലൈൻ്റ് ആയി പോയായിരുന്നു. പിന്നെ നമുക്കിതിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ മുട്ടയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും പൈനാപ്പിൾ എസൻസ് ഒക്കെ ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ആ എസൻസ് ചേർത്തിട്ട് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1-2 ഡ്രോപ്സ് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തികച്ചും ഓപ്ഷണലാണ്. ഞാൻ ഈ ഒരു കളർ ചേർത്ത് കൊടുത്തത് നമ്മുടെ ബേക്കറി സ്റ്റൈലിലുള്ള ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇനി നമുക്ക് സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ആ ഒരു ബാറ്ററിലേക്ക് നമ്മൾ ആദ്യം അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ബാറ്റർ നല്ല തിക്കാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറിൻ്റെയും പാലിൻ്റെയും കൂടെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൂടോടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ വലിയ കേക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഡബിൾ മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്താൽ മതി. ഞാൻ 2 മുട്ട വെച്ചിട്ടല്ലേ, അപ്പോൾ 4 മുട്ട വെച്ചിട്ടും 8 മുട്ട വെച്ചിട്ട് വലിയ കേക്കൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ ഒന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു കേക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്തെടുക്കാം. അപ്പോൾ ഓവനൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്തെടുത്താൽ മതിയാവും. അതുപോലെ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടയും പഞ്ചസാരയും ഓയിലും എല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ അടിച്ചതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും ബട്ടറൊക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. കേക്കിൻ്റെ 4 സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പീസാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കേക്ക് കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കേക്ക് നല്ല സോഫ്റ്റാണ്. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയാനും ഇല്ല. പൈനാപ്പിളിൻ്റെ ഫ്ലേവറൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ട് തന്നെ ആ കേക്കിൻ്റെ ഉൾഭാഗത്തെ ശരിക്കും ആ ഒരു കളറും സോഫ്റ്റ്നെസ്സൊന്നും കറക്റ്റ് അറിയാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഫോൺ നന്നാക്കി കിട്ടിയപ്പം ഞാൻ ആ ഒരു വീഡിയോ ഇതിൽ കിടന്നപ്പോൾ എഡിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ.
അപ്പോൾ നമുക്ക് വേറൊരു കിടിലൻ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.